കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ കൂടി വരികയാണ്. ഇന്ത്യൻ സേനകൾ ചരിത്രം സൃഷ്ടിച്ചെന്ന് പറയുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരകേന്ദ്രങ്ങൾ തകർത്തെന്നും അദ്ദേഹം വ്യക്തമാക്കി. हमने केवल उन्हीं को मारा जिन्होंने हमारे मासूमों को मारा। साथियों, प्रधानमंत्री श्री नरेंद्र मोदी के नेतृत्व में हमारी सेनाओं ने ऑपरेशन सिंदूर लॉन्च करके पहले की तरह ही इस बार भी आतंकियों को ट्रेनिंग देने वाले कैंप्स को तबाह करके करारा जवाब दिया है। भारत ने अपनी सरजमी पर हुए हमले का जवाब देने के लिए अपने राइट टू रेस्पॉन्ड का इस्तेमाल किया है और हमारी यह कार्रवाई बेहद सोच समझकर सधे हुए तरीके से की गई है। आतंकियों के हौसले पस्त करने के उद्देश्य से यह कार्रवाई महज उनके कैंप्स और इंफ्रास्ट्रक्चर तक ही सीमित रखी गई है। मैं पुनः हमारे आर्म्ड फोर्सेस के शौर्य को मैं नमन करता हूं। പി ബസന്ത് ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണവുമാണ്. മുൻ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു. സേനയുടെ ആ വാർത്താ സമ്മേളനം തന്നെ വലിയ സന്ദേശമാണ് ലോകത്തിനാകെ നൽകിയത്. നാരീശക്തി തെളിഞ്ഞു നിന്ന വാർത്താ സമ്മേളനം കൃത്യമായി എന്തൊക്കെയാണ് ഇന്ത്യ ഏതൊക്കെ രീതിയിലാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാക്കിയതാണ്. നമുക്കറിയാം, നിരപരാധികളാണ് നമ്മുടെ ഇവിടെ കൊല്ലപ്പെട്ടത്. നിരപരാധികൾ കൊല്ലപ്പെടുമ്പോഴുള്ള വേദന ഏറ്റവും നന്നായി അറിയാവുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഒരു നിരപരാധി പോലും ശത്രുപാളയത്തിൽ കൊല്ലപ്പെടരുത് എന്ന കൃത്യതയോടുകൂടി ഭീകര കേന്ദ്രങ്ങളെ മാത്രം കൃത്യമായി കണക്കാക്കി ആ ഓപ്പറേഷൻ നമ്മൾ പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പല രാജ്യങ്ങളുമായി സംസാരങ്ങൾ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര ചർച്ചകൾ നടത്തുന്നു എന്നറിയുന്നു. എങ്ങനെയാണ് ആ രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? ഇന്ത്യൻ സേന ഏതൊക്കെ നിലയിൽ സജ്ജമായി നിലയുറപ്പിച്ചിരിക്കുന്നു? വിമാനത്താവളങ്ങൾ അടച്ചതടക്കമുള്ള വാർത്തകളുണ്ട്. അതിലെന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സും ഉണ്ടോ? ദുബീഷ, ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയുടെ സ്ഥിര അംഗങ്ങൾ, അതായത് US, UK, ചൈന, ജപ്പാൻ, അതോടൊപ്പം ഫ്രാൻസ് തുടങ്ങിയ വലിയ രാജ്യങ്ങളിലെ സ്ഥിര അംഗങ്ങളുടെ ഒരു പ്രതിനിധികളുമായി ഇന്ത്യയിലെ വിദേശ മന്ത്രാലയം ചർച്ച നടത്തിയിട്ടുണ്ട്. നോൺ പെർമനൻ്റ് അംഗങ്ങളെയും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ചൈനയുടെ പ്രതിനിധിയുമായി വിദേശ മന്ത്രാലയം നടത്തിയ ചർച്ചയ്ക്ക് പുറമെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശമന്ത്രിയുമായ വാങ് യിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സംഘർഷം മൂർച്ഛിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ വലുതാക്കുന്നതിന് താല്പര്യമില്ല എന്നുള്ളത് അജിത് ഡോവൽ അറിയിച്ചു. പക്ഷേ പാകിസ്ഥാൻ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്ന് നോക്കിയാൽ അതിനനുസരിച്ചുള്ള പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് വളരെ വ്യക്തമായി തന്നെ വാങ് യിയെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ ഈ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യ സുസജ്ജമാണ് എന്നുള്ള വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയിക്കൂ എന്നുള്ള സന്ദേശം തന്നെയാണ് വാങ് യിക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നൽകിയിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പനാമ അടക്കമുള്ള രാജ്യങ്ങൾ, അതായത് ഈ UN രക്ഷാസമിതിയിലെ നോൺ പെർമനൻറ്റ് മെമ്പറാണ് പാനമ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. UK, US തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ തന്നെ പിന്തുണ ഇക്കാര്യത്തിൽ ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 1 മണിക്ക് 1:05-നും 1:30-നും ഇടയിൽ നടന്ന വ്യോമാക്രമണത്തിന് ഇതുവരെ ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ പ്രത്യാക്രമണമോ നടത്താൻ പോലും പാകിസ്ഥാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥ ഇപ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യത്തെയും സേനയും ബാധിച്ചിട്ടുള്ളത്. ദേശീയ സുരക്ഷാ സമിതി യോഗത്തിൽ പാക് സൈന്യത്തിന് അല്ലെങ്കിൽ സേനകൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞുവെങ്കിലും ഇതുവരെയായി ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുത്തില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം എന്ന് പറയുന്നത് പഞ്ചാബ് പ്രവിശ്യയിൽ മെയ് 10 വരെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. മാത്രമല്ല, ഈ ഇന്ത്യയുമായി ചേർന്ന് കിടക്കുന്ന നിയന്ത്രണ രേഖയിലെയും അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ പാകിസ്ഥാൻ സേനയുടെ വിന്യാസം നടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. ടാങ്കുകൾ അതിർത്തിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള ചില ദൃശ്യങ്ങൾ പാകിസ്ഥാൻ ഹാൻഡിലുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ തീരുമാനിക്കുമെന്ന് ഒരു ഭാഗത്ത് പറയുന്നു, മറുഭാഗത്ത് പറയുന്നു ഇന്ത്യ സംയമനം പാലിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കാനില്ല എന്ന്. പാകിസ്ഥാന് 4 ദിവസം തികച്ചവരുടെ പോർവിമാനങ്ങൾ പോലും പകർത്താനുള്ള ശേഷിയില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആ നിലയ്ക്ക് ഇതിനോട് ആ രീതിയിലുള്ള ഒരു തിരിച്ചടിയിലേക്ക് പാകിസ്ഥാൻ പോകാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. പക്ഷേ ആ രാജ്യത്തിൻ്റെ സൈന്യവും അവിടുത്തെ ഭരണ നേതൃത്വവും എന്ത് തീരുമാനിക്കുമെന്ന് ആർക്കും പിടികിട്ടില്ല. കാരണം സ്വന്തം രാജ്യത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത മനുഷ്യരാണ് അതിനെ നയിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കാം അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ എടുത്തിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഭീകരാക്രമണം നേരിട്ടിട്ടുള്ള ഒരു
ഒരു രാജ്യത്തിനും ഇന്ത്യയുടെ ഈ നടപടിക്കെതിരായി നിൽക്കാൻ കഴിയില്ല എന്നതാണ് ലോകമാകമാനം ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനോട് അനുകൂലിച്ചുള്ള പ്രതികരണങ്ങൾ വ്യക്തമാകുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തുർക്കിയോ ചൈനയോ ഏതെങ്കിലും നിലയിൽ ഈ ഘട്ടത്തിൽ അവർക്ക് കൂടുതൽ പിന്തുണ നൽകുന്നുവെന്ന വിവരങ്ങളുണ്ടോ? സൈനിക തലത്തിൽ ഏതെങ്കിലും സഹായങ്ങൾ അവർക്ക് എത്തിക്കുന്നുവെന്ന് അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? പാകിസ്ഥാനിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമില്ലായ്മയിലാണോ? ചൈന തന്നെയാണ് പാകിസ്ഥാന് ആയുധങ്ങൾ കൈമാറുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ മിസൈൽ വേദ സംവിധാനങ്ങളൊക്കെ തന്നെ പാകിസ്ഥാന് നൽകിയത് ചൈനയാണ്. അവരുടെ ചൈനീസ് സംവിധാനങ്ങളാണ് ഇന്ന് പാകിസ്ഥാൻ അവിടെ നിയന്ത്രണ രേഖയിലും അതിർത്തിയിലുമൊക്കെ ഉപയോഗിച്ചതെങ്കിലും അതൊന്നും പ്രവർത്തനക്ഷമമായില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ കൃത്യമായ വ്യോമാക്രമണം. അതായത് 9 ഭീകര താവളങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൻ്റെ ആ ഒരു ഫലം തെളിയിക്കുന്നത്. ചൈനയുടെ വിമാനങ്ങൾ ആയുധവുമായി പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട് എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വരികയും ചെയ്തിട്ടുണ്ട്. തുർക്കിയുടെ സഹായവും ഉണ്ട്. തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ ഒരു അഗ്രസീവായിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ ആക്രമണ മനോഭാവമാണ് ഈ കാര്യങ്ങൾ ഇത്രത്തോളം വഷളായിട്ടുള്ളത്. ഇന്ത്യ ഇന്ന് സ്വീകരിച്ച നിലപാട്, അതായത് ഇന്ന് നടത്തിയ വ്യോമാക്രമണം ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നുള്ളൊരു സന്ദേഹം നേരത്തെ തുർക്കി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് തുർക്കി പൂർണ്ണമായും പാകിസ്ഥാൻ പറഞ്ഞ അന്താരാഷ്ട്ര അന്വേഷണം എന്നുള്ളൊരു നിലപാടിലേക്കാണ് തുർക്കി നിൽക്കുന്നത്. അങ്ങനെ ചൈന, തുർക്കി, അസർബൈജാൻ, ബോസ്നിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണ മാത്രമാണ് പാകിസ്ഥാന് പ്രത്യക്ഷത്തിൽ അവകാശപ്പെടാൻ സാധിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ തന്നെ പൂർണ്ണമായ പിന്തുണ ഇതുവരെ പാകിസ്ഥാൻ ലഭിച്ചിട്ടില്ല. സൗദി ആയിരുന്നാലും UAE ആയിരുന്നാലും സംഘർഷത്തിലേക്ക് പോകരുത് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്നുള്ള തരത്തിൽ പറയുമ്പോഴും ഇവരെല്ലാവരും തന്നെ നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി വിളിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഖത്തർ അമീറും പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കൊപ്പം എന്നുള്ളൊരു സന്ദേശമാണ് ഖത്തർ അമീർ പങ്കുവെക്കുകയും ചെയ്തത്. അപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ രൂപമെന്താണ്, പാകിസ്ഥാൻ്റെ സ്വഭാവം എന്താണ്, ഈ ഭീകരതയുമായി സമരസപ്പെട്ടു പോകുന്ന പാകിസ്ഥാൻ നേതൃത്വത്തിൻ്റെ, അത് രാഷ്ട്രീയമായിരുന്നാലും സൈനിക നേതൃത്വമായിരുന്നാലും അവരുടെ ആ നിലപാടുകളെക്കുറിച്ചൊക്കെ ഇപ്പോൾ കൃത്യമായ ബോധ്യം ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ബസന്ത, ഇപ്പോൾ അമിത്ഷാ ഈ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമൊക്കെ ആയിട്ട് സംസാരിച്ചു എന്ന വിവരങ്ങളുണ്ട്. ഒമർ അബ്ദുള്ളയുമായി സംസാരിച്ചപ്പോൾ അതിർത്തി സംസ്ഥാനങ്ങളിൽ UP-യിലൊക്കെ നേരത്തെ റെഡ് അലർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഏതൊക്കെ നിലയിലാണ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടന്നത്? ഇപ്പോൾ രാജ്യമാകമാനം മോക്ക് ഡ്രിൽ നടന്നു. വളരെ ഗൗരവത്തോട് തന്നെ സാധാരണ പൗരർ ആ മോക്ക് ഡ്രില്ലിനെ കണ്ടു എന്നതുകൂടി എനിക്ക് തോന്നുന്നു ഈ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലായിരിക്കാം. ഇങ്ങനെ ഏതൊരു സാഹചര്യത്തെയും നേടാൻ നമ്മൾ ഒരു സാധാരണ പൗരനും തയ്യാറായിരിക്കണമെന്നൊരു ബോധ്യം എല്ലാവരിലേക്കും എത്തിക്കാൻ ആ മോക്ക് ഡ്രില്ലിന് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അതിർത്തി കേന്ദ്രീകരിച്ചുള്ള സംസ്ഥാനങ്ങളിലെ പ്രത്യേകമായ സുരക്ഷകളും ചർച്ചകളും നടക്കുന്നത്? ദിവിഷ്, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും മറ്റും ചർച്ച നടത്തിയതിന് ഏറെ പ്രാധാന്യമുണ്ട്. കാരണം പാകിസ്ഥാൻ ഒരു തിരിച്ചടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കായിരിക്കും അതിൻ്റെ ഒരു തിരിച്ചടിയുടെ ആ മൂർച്ച വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഠിന്യം നേരിടേണ്ടി വരുന്നത് ഈ സംസ്ഥാനങ്ങൾ തന്നെയായിരിക്കും. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് നേരിട്ട് തന്നെ ഒരു മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിർത്തിയിലെ ആൾക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നത്. ഇന്ന് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അതിർത്തിയിൽ നിന്നും നാട്ടുകാരെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് നിയന്ത്രണ രേഖയ്ക്ക് സമീപവും അതിർത്തിയിലുമൊക്കെ ഉള്ള ആൾക്കാരെ സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ അക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ അതിർത്തി സംസ്ഥാനങ്ങളായ ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അതിർത്തി മേഖലയിലെ കടലിൻ്റെ തീരത്തൊക്കെ ഉള്ളവരെ മാറ്റി സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. മാത്രമല്ല ഈ പൊതുജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ എടുക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ്റെ ആക്രമണം ഏത് രീതിയിലായിരിക്കും എന്ന് ആർക്കും ഇപ്പോൾ പറയാൻ കഴിയില്ല. അറബിക്കടലിൽ പാകിസ്ഥാൻ്റെ സജീവ സാന്നിധ്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ നാവികസേനയുടെ അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്. ഏകദേശം 78 നോട്ടിക്കൽ മൈൽ ഇപ്പുറത്ത് ഇന്ത്യൻ നാവികസേനയുടെയും സേനാഭ്യാസം നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് നേർക്ക് നേർ തന്നെയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും നാവികസേന നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല അതിനോടൊപ്പം ഇന്നും നാളെയും അറബിക്കടലിൽ വ്യോമസേനയുടെ, അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ മറവിലാണ് ഇന്ത്യ ഇന്ന് വളരെ വ്യക്തമായി പാകിസ്ഥാനിലേക്കും
പാക് അധീന കാശ്മീരിലേക്കും കടന്നു കയറി ഭീകര താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പോൾ ഇന്ത്യ സുസജ്ജമായി തന്നെ നിൽക്കുന്നു. ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് നാവികസേന എല്ലാവിധ പടക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും അടക്കമുള്ളവ കോസ്റ്റ് ഗാർഡിൻ്റെ കൂടി സഹായത്തോടെയുള്ള സുരക്ഷ പഴുതടച്ച് ഒരുക്കിയിട്ടുമുണ്ട്. പക്ഷേ അവിടെയും കുറച്ച് ജാഗ്രത പാലിക്കേണ്ട ഏത് രീതിയിലായിരിക്കും തിരിച്ചടി എന്നുള്ളത് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. എന്തായിരുന്നാലും തിരിച്ചടി ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിളിച്ച് സംസാരിക്കുകയും സംഘർഷം വഷളാക്കാനാണ് പാകിസ്ഥാൻ്റെ ശ്രമമെങ്കിൽ ഇതിനേക്കാൾ കനത്ത തിരിച്ചടി ഉണ്ടാവുമെന്നുള്ളൊരു സൂചനയും നൽകിയത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത നമുക്ക് നേരത്തെ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ, അതായത് വിദേശ സെക്രട്ടറിയും 2 വനിതാ യുവ സേനാ ഉദ്യോഗസ്ഥരും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായ ഒരു സന്ദേശം കൂടി നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ 21 ഭീകര താവളങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 9 എണ്ണമാണ് ഞങ്ങൾ തകർത്തത്. അപ്പോൾ ബാക്കി 12 എണ്ണം അവിടെ നിൽക്കുന്നു എന്നുള്ളൊരു സന്ദേശം കൂടിയായിരുന്നു ആ വാർത്താ സമ്മേളനം എന്ന് നമ്മൾ മറക്കരുത്. അത് ഏത് സമയവും അതിന് നേരെയും ആക്രമണം ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. അതായത് വിക്രം മിശ്രി പറഞ്ഞു വെച്ചത് ഞങ്ങൾ ഇത് തുടക്കം മാത്രമാണ് എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ പാകിസ്ഥാൻ ഇത് വഷളാക്കുന്ന അല്ലെങ്കിൽ മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യ വീണ്ടും കടുത്ത നിലപാടിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.